ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നെറ്റ് കിട്ടാത്ത പ്രശ്നമാണ്. അതായത് നമ്മൾ ജിയോ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും ഏത് കണക്ഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ വീടുകളിൽ നമുക്ക് അധികം റേഞ്ച് ചില സ്ഥലങ്ങളിൽ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് മൊത്തത്തിൽ കുറവുണ്ടാവില്ല, നമ്മൾ ഓരോരോ ഭാഗങ്ങളിലായിട്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബെഡ്റൂമിൽ ചിലപ്പോൾ റേഞ്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡൈനിങ് ഹാളിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ കുറവ്, അങ്ങനെ ചില ഭാഗങ്ങളിൽ. പക്ഷേ ചില ഭാഗങ്ങളിൽ നല്ല റേഞ്ച് ഉണ്ട്. പക്ഷേ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അടിപൊളി ഒരു ഓപ്ഷൻ ഇട്ട് നമ്മുടെ ഫോണിൽ തന്നെ അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് നല്ല സ്പീഡിൽ കിട്ടുന്നതെന്ന് അറിയാൻ സാധിക്കും. അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്? നമുക്ക് ആ ഭാഗങ്ങളിൽ നമ്മളൊന്ന് ഇരുന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോസ് കാണാനാണെങ്കിലും നമുക്ക് നെറ്റ് ഉപയോഗിക്കാനും സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിരുന്നത്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഞാനിവിടെ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് വൈഫിന്റെ മൊബൈലാണ്. രണ്ട് മൊബൈലുകളിൽ ഞാനിത് ചെയ്ത് കാണിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടില്ല, ഞാൻ ഇവിടെ ഒന്ന് യൂട്യൂബ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് ഏതാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഏത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് വളരെയധികം സ്ലോ ആണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾ ആ ഫോൺ ഒന്ന് കയ്യിലെടുത്തതിന് ശേഷം നിങ്ങളൊന്ന് മൂവ് ചെയ്യുക, ഒന്ന് നടന്നു കഴിഞ്ഞാൽ റൂമിൽ കൂടെയൊക്കെ ഒന്ന് നടക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ചെയ്യേണ്ടത് നിങ്ങളത് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഇവിടെ കാണിച്ചിരുന്നത് രണ്ട് ഫോണുകളിൽ ഞാൻ കാണിച്ചിരുന്നപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ സെറ്റിംഗ്സിൽ ഏറ്റവും ടോപ്പിലെ ഭാഗത്ത് രണ്ട് രീതിയിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ. ഏറ്റവും ടോപ്പിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യേണ്ടത് സിം സ്റ്റാറ്റസ് എന്ന് നമ്മളൊന്ന് ടൈപ്പ് ചെയ്യുക. സിം സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെർച്ച് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സിം സ്റ്റാറ്റസ് കാണിക്കും. അതായത് എബൌട്ട് ഫോണിലാണ് ഇതുള്ളതെന്ന് അർത്ഥം. ഇനി രണ്ടാമത്തെ രീതിയിൽ നമ്മളിത് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്കൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ്സിൽ തന്നെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. എബൌട്ട് ഫോൺ നമ്മുടെ ഫോണിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഏത് വേർഷൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കാണാം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ സിം സ്റ്റാറ്റസ്. ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ വേണ്ടി സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നോക്കിയാൽ അറിയാം രണ്ട് സിം കാണിക്കുന്നുണ്ട്. ഏറ്റവും മുകളിലത് ജിയോ ആണ് കാണിക്കുന്നത്, മറ്റേത് ആക്ടിവേറ്റ് അല്ല അല്ലേ. അപ്പം അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് സിഗ്നൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ കണ്ടില്ലേ -18107 അതങ്ങനെ ചേഞ്ച് ആയി കളിക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് കയ്യിൽ വെച്ചിട്ട് നമ്മൾ റൂമിന്റെ എല്ലാ ഭാഗത്തോടെയും നോക്കി കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ് ഈ സിഗ്നൽ കാണിക്കുന്നത്, ഏറ്റവും കൂടുതലായിട്ട് സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇനി അതിന്റെ താരിഫ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ റേഞ്ച് എങ്ങനെയാണ് നോക്കേണ്ടത് കൂടി ഞാൻ പറഞ്ഞുതരാം. ഏതാണ് കൂടുതൽ ഏതാണ് കുറവ് എന്നുള്ളത്. ഇവിടെ -1076 എന്ന് പറയുന്നത് ഇപ്പോൾ റൂമിൽ കൂടെ ഞാൻ അങ്ങനെ നടന്നിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോരോ ഭാഗങ്ങളിലും കുറവായിട്ട് കാണിക്കുന്നുണ്ട്, ചില സ്ഥലത്ത് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ മറ്റേ ഫോണിൽ കൂടി രണ്ടാമത്തെ എൻ്റെ ഫോണിലേക്ക് കൂടി ഞാൻ കാണിച്ചു തരാം. അവിടെ ഞാൻ ഇതേപോലെ തന്നെ സെറ്റിംഗ്സ് ഓൺ ചെയ്തിട്ടുണ്ട്. വളരെ അടിപൊളി ഒരു സെറ്റിംഗ്സ് ആണ്. നിങ്ങൾക്ക് നെറ്റ് സ്പീഡ് കുറഞ്ഞു എന്നുള്ള പ്രശ്നം വരില്ല. എബൌട്ട് ഫോൺ എടുത്തു. അതിൽ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ. ആ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും മുകളിൽ സിം കാർഡ് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തു. എൻ്റെ ഫോണിൽ ജിയോ 4G ഇവിടെ കാണിക്കുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് 109 ആണ് കാണിക്കുന്നത് അല്ലേ, DBM എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നെറ്റിന്റെ സ്ട്രെങ്ത്, സിഗ്നൽ സ്ട്രെങ്ത് അറിയുന്ന ഒരു വാല്യൂ ആണ് ആ DBN പറയുന്നത്. ഓക്കെ, ഇവിടെ കാണിക്കുന്നത് -105 ആണ്. ഇനി നമുക്ക് നോക്കാം ഇത് ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ള സിഗ്നൽ ലെങ്ത് എന്നുള്ളത്. ഇവിടെ കണ്ടില്ലേ സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് കണ്ടില്ലേ ജനറൽ റിസൾട്ട് കാണിക്കുന്നുണ്ട്. അതായത് റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഇവിടെ -50 to 79 dBm ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് നല്ല സിഗ്നൽ ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് ഏറ്റവും കുറഞ്ഞു വരണം. അതായത് -50 to 79 ഒക്കെ ആണെങ്കിൽ ഏകദേശം 4 ബാർ കാണിക്കുന്ന പറയുന്നത്. ഇവിടെ രണ്ടാമത് -80 to 89 ഒക്കെ ആണെങ്കിൽ നമുക്ക് 3 മുതൽ 4 കട്ടകൾ വരെ കാണിക്കും. ഏകദേശം കുഴപ്പമില്ല, ഗുഡ് ആണെന്ന് പറയുന്നു. അതിന് താഴേക്ക് വരുന്ന സമയത്ത് -90, 99 ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ മോശമാണ് എന്നുള്ള രീതിയിൽ. ഇവിടെ നമുക്ക് -100 to 109 ഒക്കെ എന്താണ് കണ്ടില്ലേ, വളരെ പൂവർ ആയിട്ടുള്ള ഇതാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് 4G കണക്ഷൻ ആണെങ്കിലോ, 4G കണക്ഷനിൽ പറയുന്നത് -70 ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് 3G. പിന്നെ ഇവിടെ നോക്കൂ, ഇവിടെ -90 ഏകദേശം 4Gയിൽ ഉഷാറാണെന്ന് പറയുന്നു. ഇനി നമുക്ക് 5G കണക്ഷൻസ് ആണെങ്കിലോ അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. എക്സലന്റ് ആണെങ്കിൽ -65 dBm ആണ് പറയുന്നത്. ഗുഡ് ആണെങ്കിൽ above 64, 80 കാണിക്കുന്നുണ്ട്.
ഇനി ഏറ്റവും പൂർ ആണെങ്കിൽ ഇവിടെ കാണിക്കുന്നത് -90 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ സിഗ്നൽ സ്ട്രെങ്ത് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഓരോരോ റൂമിലും ഒന്ന് നമുക്ക് നോക്കി നോക്കാം, ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് സിഗ്നൽ സ്ട്രെങ്ത് കൂടും, എവിടെയാണ് സിഗ്നൽ കൂടുതലായിട്ട് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഏറ്റവും കുറവ് ഇപ്പോൾ ഏകദേശം ഒരു -50 അല്ലെങ്കിൽ 60 ആ രീതിയിലേക്കൊക്കെ വരുന്ന സമയത്ത് ചാർട്ടിൽ പറഞ്ഞ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഏത് ഭാഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ നെറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അവിടെ ഇരുന്ന് കണ്ടാൽ അടിപൊളിയായിട്ട് നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലുള്ള അടിപൊളി ഇൻഫർമേഷനാണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെടുക്കാൻ മറന്നു പോകരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.